ഇവന്റെ വിചാരം ഇവൻ എന്തോ ഒരു കാമദേവനാണെന്നാ. എല്ലാ കേരളത്തിലുള്ള സ്ത്രീകളും ഇവന്റെ പിന്നാലെയാണെന്ന് അപ്പം വരുത്തി തീർക്കുന്നത്. അയ്യോ നമസ്കാരം. കാമനെന്നിവനെ സ്ത്രീകൾ കാലനെന്നോർത്തു വൈരികൾ. വളരെ ശരിയാണ് കുട്ടി. കാമദേവനെ പോലെ ഭാവിച്ച് ഒരാൾ നടക്കുന്നു. ഒരുമാതിരിപ്പെട്ട മന്ദാര പുഷ്പങ്ങളൊക്കെ അവൻ്റെ കാമബാണത്തിൽ പുളകിതരായി എന്തിനും തയ്യാറായി നിൽക്കുന്നു. അവൻ കാമദേവനായതുകൊണ്ടല്ലേ കുട്ടി ഒന്നിനു പുറകെ ഒന്നായി ഗർഭഭാരവും പേറി ധാരാളം പെണ്ണുങ്ങൾ വരിവരിയായി നിൽക്കുന്നത്. അവർ ഉണ്ടതിനേക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളാണത്രേ ഈ കുട്ടി. ഞാൻ സാഹിത്യകാരിയാകുന്നു. എൻ്റെ അടുത്ത് വിളച്ചിൽ നടക്കില്ല. ഞാൻ ആരാണെന്നറിയാമോ? എൻ്റെ മുമ്പിൽ അവൻ വരണം. എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൻ മുള്ളും. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഞാൻ കയറി ചെല്ലും. ചെല്ലുന്നതൊക്കെ കൊള്ളാം, അവൻ്റെ തള്ള ചൂലെടുത്ത് മുഖത്തടിക്കാതെ നോക്കണേ കുട്ടി. ഇതിലും വലിയ സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി. ഒടുവിൽ ആ പാവം ചെന്നുപെട്ട വഴികളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെയാണ് ഉണക്ക സാഹിത്യവുമായി നടക്കുന്ന ഇതുപോലെയുള്ള കുറേ ആളുകൾ. കാനഡയിൽ നിന്നും വന്നതും മാംസപിണ്ഡം സൂക്ഷിക്കുന്നതുമെല്ലാം കോടതിയിൽ വിയർക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അയാൾ ധൈര്യമായി പറയുന്നത്, റിമാൻഡ് കാലാവധിയിൽ കിടന്ന കിടപ്പല്ലാതെ ഞാൻ ഈ കേസിൽ ജയിൽവാസം അനുഭവിക്കാനേ പോകുന്നില്ല. കാരണം എല്ലാത്തിൻ്റെയും തെളിവുകൾ അയാളുടെ കയ്യിലുണ്ട്. ഇരകൾ സാക്ഷിക്കൂട്ടി നിൽക്കുമ്പോൾ ആർപ്പുവിളിക്കാരും കമ്മിക്കൂട്ടങ്ങളും ചേർത്ത് പിടിക്കാൻ സർക്കാരും ഉണ്ടാകില്ല. ഫെമിനിസ്റ്റുകളുടെ വികാരാവേശങ്ങളും ഉണ്ടാകില്ല. എല്ലാ ചോദ്യങ്ങൾക്കും അവർ തന്നെ മറുപടി പറയേണ്ടി വരും. കേസും പ്രശ്നങ്ങളും പിന്നാലെ കൂടിയപ്പോൾ സകല മാധ്യമങ്ങളും കോലിട്ട് കുത്തിയിട്ടും അയാളുടെ വായിൽ നിന്നും ഒന്നും കിട്ടിയില്ല. അന്ന് കൈരളി മുതൽ മരംകൊത്തിയും മറ്റവനുമെല്ലാം ഉണ്ടായിരുന്നു പിന്നാലെ. ജാമ്യം കിട്ടി മാവേലിക്കര കോടതിയിൽ നിന്നും രാഹുൽ ഇറങ്ങിയതിനു പിന്നാലെ മാപ്രകൾ കൂട്ടമായി ഓടിയിട്ടുണ്ട് അയാൾക്ക് പിന്നാലെ. ധർമ്മക്കാർ പാത്രം നീട്ടി യാചിക്കും പോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ എന്നായി. അവിടെയും അയാൾ മൗനം ഭജിച്ചു. ഇത്രയും നാൾ വീർപ്പ് മുട്ടി നിന്നതെല്ലാം എവിടെയെങ്കിലും ഒന്ന് തുറന്നു പറയണമല്ലോ. വിവാദ നായകനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കയ്യിൽ കിട്ടിയവർ ഭാഗ്യവാന്മാർ. കോളടിച്ചത് കണ്ടൻ നായരും ഹാഷ്മിയുമാണ്. നാട്ടുകാരുടെ മുഴുവൻ തെറി കേട്ടാലെന്താ. കഴിഞ്ഞ 2-3 ആഴ്ചയായി കാടിയും കലക്കവെള്ളവും കുടിച്ച് കഴിയുകയായിരുന്നു 24 ന്യൂസുകാരൻ. രാഹുലിനെ വെച്ച് അവർ വല്ലാത്തൊരു റീച്ച് ഉണ്ടാക്കിയ ദിവസമാണ് കഴിഞ്ഞു പോയത്. അത് മറ്റുള്ളവർക്കൊക്കെ വലിയ ക്ഷീണമായിപ്പോയി. മാങ്കൂട്ടത്തിനെ വിറ്റു തിന്നാൽ സുഖമായി ഏമ്പക്കം വിടാമെന്ന് ഒരുമാതിരിപ്പെട്ട ചാനലുകൾക്കൊക്കെ നന്നായിട്ടറിയാം. രാഹുലിനെ പോലെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നപ്പോഴും വീഴ്ചയിലും സിംഗിൾ ലാർജർ അറ്റൻഷൻ കിട്ടിയ ഒരു യുവ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സ്വന്തം പെണ്ണുകേസിൻ്റെ പ്രതികരണം പോലും പാർട്ടിക്ക് റെഫർ ചെയ്ത മുകേഷിൻ്റെ അവസ്ഥയിലല്ല രാഹുൽ. പാർട്ടി അയാളെ കൈയൊഴിഞ്ഞു. മുകേഷിൻ്റെ രക്ഷയ്ക്കായി പാർട്ടിയുണ്ട്, പൂക്കാസ ആൻറ്റിമാരുണ്ട്, വനിതാ കമ്മീഷൻ പോലുമുണ്ട്. പൊതുവേദിയിൽ ചേർത്ത് നിർത്താൻ പിണറായി വിജയനുണ്ട്. രാഹുൽ തനിയെ തുഴയണം. അതിനയാൾക്ക് എവിടെയെങ്കിലും ഒരവസരം കിട്ടിയല്ലേ പറ്റൂ. ഇനി കുറേ കാലം അയാളുടെ നാക്ക് ആമാശയത്തിൽ ആണ്ട് കിടക്കും. അവൻ്റെ ശല്യം ഉണ്ടാകില്ല. ഇതൊക്കെ ധരിച്ചു വെച്ചവർ വല്ലാതെ പ്രതിരോധത്തിൽ ആയിപ്പോയി. വിയർത്താൽ പൊട്ടിയിളകുന്ന കുറേ ഉടായിപ്പ് സുന്ദരിമാരുണ്ടല്ലോ നമുക്ക്. അവറ്റകളാണ് ഈ കോളിളക്കത്തിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ലോകത്തൊരു മനുഷ്യനും തിരിച്ചറിയാത്ത ഒരു നടിയും ഒരു പബ്ലിഷറും എഴുത്തുകാരിയും ഇപ്പോൾ ഏത് നിലയിലെത്തി. ഇങ്ങനെ ഒരുത്തൻ്റെ കമ്പിക്കഥയില്ലെങ്കിൽ ഇവറ്റകളെയൊക്കെ ആരറിയുമായിരുന്നു. പാതിരാത്രിയും പിന്നിട്ട് 2 മണിയും കഴിഞ്ഞ് ചാറ്റിക്കൊണ്ടിരുന്നവരുമുണ്ട് കൂട്ടത്തിൽ. ചാറ്റുകൾ നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ പുറത്തുവിടാമെന്ന് മാങ്കൂട്ടം പറഞ്ഞതോടെ ഞരമ്പ് പിടയുന്ന അവസ്ഥയിലാണ് എല്ലാം. കാണുന്ന മാത്രയിൽ തന്നെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന ഒരുത്തനെ കൊണ്ട് തൻ്റെ അമ്മയ്ക്ക് ആശംസ അർപ്പിച്ച ഒരു നടിയുമുണ്ട്. പണ്ടേ കോഴിയാണെന്നറിയാമായിരുന്നിട്ടും അയാൾക്കൊപ്പം ഗൾഫ് യാത്ര തരപ്പെടുത്തുന്ന മറ്റൊരാൾ. കാണുന്ന മാത്രയിൽ കയറിപ്പിടിച്ച് മുഖത്ത് തുപ്പിയാലെന്താ, സേഫായി കഴിയാൻ രാഹുലിൻ്റെ ഫ്ലാറ്റ് വേണമെന്ന് മറ്റൊരുത്തി അറിയിക്കുന്നു. അടിച്ചാലെന്താ, മുഖത്ത് തുപ്പിയാലെന്താ. അങ്ങനെ ഒരു ആഭാസന് വേണ്ടി ഫ്ലാറ്റിൻ്റെ വില ചോദിക്കാൻ വരെ ഒരു ഇടനിലക്കാരി നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ രാഹുലിനെ വിടാതെ പിന്തുടരണം എന്ന കരാറിൽ PR വർക്കുകാർ ഒരു നല്ല തുക ഉറപ്പിച്ച ലക്ഷണമുണ്ട്. പക്ഷേ ഇനി അതൊന്നും വലുതായി ഏശാൻ പോകുന്നില്ല. ഇനിയും പരാതിക്കാരി ഒപ്പിട്ടിട്ടില്ലാത്ത ഒരു കേസിൽ ഒരർദ്ധരാത്രിയിൽ അയാളെ ഫ്ലാറ്റിൽ കയറി അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാക്കുകളുടെ കൂരമ്പുകൾ എഴുതി വെച്ച് വായിക്കുന്ന ഹാഷ്മി കൊള്ളാവുന്ന ഒരു അഭിമുഖക്കാരനെ അല്ല. ചൊറിയാൻ ചെന്നപ്പോഴൊക്കെ രാഹുൽ അയാളെ നിശബ്ദനാക്കുകയും ചെയ്തു. ഒന്നും ചോദിക്കാനില്ലാത്ത അവസ്ഥയിലായിപ്പോയി ഹാഷ്മി. അയാൾ കൃത്യമായി പറഞ്ഞ യുക്തികളെ പൊളിക്കാനും പുള്ളിക്ക് കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ ഇരകളെ വിളിച്ചുകൂട്ടി തന്നെ കുരുക്കാൻ ശ്രമിച്ച കുറേ എണ്ണത്തിനെ അലക്കി വാരിവിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ. മാതൃഭൂമി കാ ഫെസ്റ്റിവലും മനോരമ ആണ്ടിലൊരിക്കൽ ഹോർത്തൂസും നടത്തുന്നത് പോലെ
രാഹുലും ഇരകളും ചേരുന്ന ഒരു കോൺക്ലേവ് എത്രയും വേഗം ഏതെങ്കിലും മാധ്യമം നടത്തണം. അവിടെ ചാറ്റുകളുടെ പൊതുദർശനം ഉണ്ടായിരിക്കണം. സകല പൂക്കാസ ഫെമിനിസ്റ്റുകളും അവിടെ വന്ന് രാഹുലുമായി തർക്കത്തിലേർപ്പെടണം. ചൊറിഞ്ഞും ശൃംഗരിച്ചും അടുത്തുകൂടിയത് ആരാണെന്ന് ലോകം അറിയട്ടെ. രാഹുലിൻ്റെ തുണ്ടുവചനങ്ങൾക്കും കമ്പി ഡയലോഗുകൾക്കും മറുവശം കൊടുത്ത മറുപടി കൂടി ജനം കേൾക്കട്ടെ. അല്ലാതെ വർത്തമാനത്തിനിടയിൽ വെറിമൂക്കുമ്പോൾ തെറിമൂക്കുന്ന ഡയലോഗുകൾ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? മകാരവും പുകാരവും ചേരുന്ന ഭാഷയൊന്നും പുതിയ തലമുറയിലെ പിള്ളേർക്ക് രോമത്തിൽ പോലും സ്പർശിക്കുന്നതല്ല. കൊച്ചു പെൺകുട്ടികൾ ഓൺലൈൻകാരുടെ മൈക്കിന് മുമ്പിൽ പറയുന്ന തെറിയൊക്കെ കേട്ടാൽ നമ്മൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും. അവിടെയാണൊരു 90 മോഡൽ ചെറുപ്പക്കാരൻ്റെ പഴഞ്ചൻ തെറി വലിയ കാര്യമാകുന്നത്. കിട്ടാക്കൊതിയാണ് രാഹുലിൻ്റെ കാര്യത്തിൽ പെണ്ണുങ്ങൾ എടുത്തു പയറ്റിയതെങ്കിൽ ചാനലുകൾക്കും അതേ കിട്ടാക്കൊതിയാണ് കലിപ്പായത്. തനിക്ക് കിട്ടേണ്ടത് മറ്റൊരുത്തൻ കൊണ്ടുപോകുമ്പോഴുള്ള പെണ്ണുങ്ങളുടെ അസൂയ പേരുകേട്ടതാണ്. ഇതിൽ ഒരാൾ രാഹുലിനെ വല്ലാതെ മോഹിച്ചിരുന്നതായി അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മൃഗയ സിനിമ കണ്ടില്ലേ? തൻ്റെ കാമുകൻ മരിക്കാൻ കാരണമായത് വാറുണ്ണിയുടെ ഒരു കൈപ്പിഴയാണെന്ന് ഭാഗ്യലക്ഷ്മിക്ക് അറിയാമായിരുന്നു. വെടിവീരനായ വാറുണ്ണിയോട് പ്രേമം തോന്നിയ ഭാഗ്യം അക്കാര്യം പക്ഷേ മറച്ചുവെച്ചു. ഒടുവിൽ ഫാദർ പനങ്ങോടൻ വാറുണ്ണിയെ അന്നമ്മയെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചതോടെ ഭാഗ്യലക്ഷ്മി ചതിച്ചു. പഴയ കഥ അവൾ അന്നമ്മയോട് പറഞ്ഞു. സഹോദരനെ കൊന്നവനെ തന്നെ നീ കെട്ടും അല്ലേ? വാറുണ്ണിയെപ്പോലെ കിട്ടുന്നിടത്തെല്ലാം കയറി മേയാൻ പോയ രാഹുലിൻ്റെ അവസ്ഥ സകല ഞരമ്പന്മാർക്കും ഒരു പാഠമായിരിക്കട്ടെ. ചിലന്തികൾ സന്ധ്യയ്ക്ക് ശേഷമാണ് വല കെട്ടാൻ തുടങ്ങുന്നത്. ഇതുപോലെ പാതിരാത്രി പിന്നിട്ടാലും ഇരയ്ക്കായി വല വിരിച്ചിരിക്കുന്ന പെൺവർഗത്തിൽപ്പെട്ട ചില വിഷച്ചിലന്തികൾ ഉണ്ട്. ഇവളുമാരുടെയൊക്കെ സുഖാന്വേഷണം കേട്ട് ഡോസ് കൂട്ടി അടിക്കാൻ പോയാൽ നാളെ ജീവിതം കോഞ്ഞാട്ടയാകും. കണ്ടവൻ്റെ കൃതി കട്ടെടുത്തും കൂലിക്കാരെ വെച്ച് എഴുതിച്ചും വലിയ സാഹിത്യകാരിയാകാൻ നടക്കുന്ന കുറേ ഫെമിനിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഉളുപ്പില്ലാതെ എന്നിട്ട് പറയും ഞാനൊരു സാഹിത്യകാരിയാണ്. ഒരുത്തൻ എത്ര പെണ്ണുങ്ങളെ വരെ വശീകരിക്കാമെന്നും എത്ര പേർക്ക് ഗർഭമുണ്ടാക്കാമെന്നും ഭരണഘടനയിൽ കൃത്യമായി എഴുതി വച്ചിട്ടില്ല. കൂടോത്രം ചെയ്യുന്നവരെ മാത്രമല്ല, ഉഭയസമ്മതത്തോടെ വ്യഭിചരിക്കുന്നവരെയും തൂക്കിക്കൊല്ലാൻ ഇവിടെ നിയമമില്ല. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് സാരം. എന്നാൽ ഒരുത്തിയുടെ സമ്മതമില്ലാതെ തൊടാനും കയറിപ്പിടിക്കാനും ചെന്നാൽ അവൻ്റെ പല്ലടിച്ച് താഴെയിടാനുള്ള സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾക്കുണ്ട് താനും. ഇവിടെ അത് സംഭവിച്ചിട്ടുമില്ല. രാഹുൽ പറയുന്നു, ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഞാൻ അവരെ ഒരിക്കൽ പോലും സ്പർശിച്ചിട്ടില്ല എന്ന്. സമ്മതമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ കൃത്യമായ ചാറ്റുകൾ അയാളുടെ പക്കൽ ഉണ്ട് താനും. രാഹുലിനെ വിറ്റുതിന്നാൻ കിട്ടാത്ത ചാനലുകാർ ഒരു മഹാസാഹിത്യകാരിയെ തന്നെ രംഗത്തിറക്കി. അവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നു രാഹുൽ കോഴിയാണെന്ന്. അവൻ പെണ്ണുപിടിയനാണ്. വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അവൻ ഇവൻ എന്നാണ് അവർ പറഞ്ഞത്. പ്രായത്തിൽ ചെറുതായ അയാൾക്കുമേൽ തനിക്കെന്തോ വലിയ അവകാശമുണ്ടെന്ന തരത്തിൽ അഹങ്കാര ബോധത്തോടെയുള്ള ഒരു സംസാരമായിരുന്നു ആ സ്ത്രീയുടേത്. ഇത് കേട്ടപ്പോൾ തന്നെ ജനം വിലയിരുത്തി കഴിഞ്ഞു, ഈ സ്ത്രീ ആരുടെ കയ്യിലെ കരുവാണെന്ന്. എൻ്റെ കയ്യിൽ ചാറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ പൊക്കി കാണിച്ചവരോട് അത് പരസ്യപ്പെടുത്താൻ തയ്യാറാണോ എന്ന് ഒരുത്തനും ചോദിച്ചതുമില്ല. പാലക്കാട്ട് തോറ്റതിൻ്റെ പകയുമായി നടക്കുന്ന പിരായിരി അപ്പുക്കുട്ടൻ, തന്നെ എടോ വിജയ എന്ന് വിളിച്ചതിൻ്റെ പക തീർത്ത പിണറായി വിജയൻ, ചാനൽ ചർച്ചകളിൽ ഇരുത്തി തൊലി ഉരിച്ചു വിട്ടതിൽ ചമ്മൽ മാറാത്ത കുറേ അന്തം കമ്മി ചാനൽ ചാവേറുകൾ, അമ്മയെ അപമാനിച്ചതിൻ്റെ പകരം വീട്ടിയ കെ മുരളീധരൻ, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് കാണിച്ചു തന്ന ചില ഗർഭവതികൾ, കള്ളത്തടി വിറ്റ കാശിന് ചാനൽ തുടങ്ങിയ ഒരു മുതലാളി, ഇവരൊക്കെ ചേർന്ന് നടത്തിയ ഈ നാടകത്തോടെയെങ്കിലും ഗർഭം വെച്ചുള്ള കളിയും പെണ്ണുകേസുകളും കേരള രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ട സമയമായി. എത്ര പെട്ടെന്നാണ് നിയമസഭ എത്തിക്സ് കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചത്. അവർ വല്ലാതെ ഉഷാറിലാണ്. ഗോവിന്ദനൊക്കെയാണ് ഈ കമ്മിറ്റിയിലുള്ളത്. ഭൂരിപക്ഷം യോജിച്ചു നിന്നാൽ ആരെയും പുറത്താക്കാം. എന്തായാലും കോൺഗ്രസ് ആ കെണി തിരിച്ചറിഞ്ഞു. അങ്ങനെ എത്തിക്സ് നോക്കിയാൽ ഗിരിരാജൻ മുതൽ കടൽക്കോഴി വരെയുള്ള കോഴിക്കിളവന്മാർ നിയമസഭയിലുണ്ട്. എത്തിക്സ് നോക്കിയാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്ന് ഒരു സ്ത്രീ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ഇരിക്കുമോ? മുകേഷ് ഇരിക്കുമോ? പിന്നെ ഇവരുടെ ഒരു ഗുണം ഒട്ടും മെനക്കെടാൻ വയ്യ എന്നുള്ളതാണ്. കയ്യിൽ ചുളിവിന് കിട്ടുന്ന തീറ്റയെ ഇവർ എടുക്കുകയുള്ളൂ. കോൺഗ്രസിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ പരാതിയുമായി പോയാൽ വലിയ വിഷയമാണെന്ന് പറഞ്ഞ ആ പ്രശസ്ത സാഹിത്യകാരി ഉണ്ടല്ലോ, അവരിപ്പോഴും പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതായിരിക്കണം കോൺഗ്രസ്. പക്ഷെ ഒരു കാരണം പോലും ചോദിക്കാതെ തന്നെ പുറത്താക്കിയതിൽ രാഹുലിന് പാർട്ടിയോടും അതിൻ്റെ നേതാക്കളോടും പകയില്ല. പുറത്താക്കിയാലും മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കുമെന്നാണ് അയാൾ പറയുന്നത്. സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലെന്നും വിളിച്ച കെ മുരളീധരനും പെങ്ങളും അത് കേട്ടല്ലോ അല്ലേ? ഒരാൾ ഒരേ സമയം 3 പേർക്ക് ഗർഭമുണ്ടാക്കിയത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം നമ്മൾ എത്തിക്സ് കമ്മിറ്റിക്കല്ല ഫോർവേഡ് ചെയ്യേണ്ടത്. ഉത്തരം പറയേണ്ടത് സാമൂഹ്യ മര്യാദകൾ അറിയാത്ത
സദാചാര ബോധ്യങ്ങളില്ലാത്ത, ബോധവും പൊക്കണവും തീരെയില്ലാത്ത, വകതിരിവ് വട്ടപൂജ്യമായ ഞരമ്പോട്ടങ്ങളിൽ കാമം തിളയ്ക്കുന്ന അവന്മാരും അവളുമാരുമാണ്. അല്ലാതെ ഇത് ജനാധിപത്യത്തിൻ്റെ മണ്ടയ്ക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പെടലേക്കും വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല.